ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനി വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്നു. അത് 2025 ജൂലൈ 15 മുതൽ നവംബർ മാസം 30 വരെയാണ്. അതായത് 140 ദിവസമുണ്ട് ശനിയുടെ വക്രസ്ഥിതി. വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ഇരട്ടി അനുഗ്രഹങ്ങൾ, ഭാഗ്യാവസ്ഥകൾ തരും. അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും. അങ്ങനെയുള്ള ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക്, അതായത് പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും വിവാഹ കാര്യത്തിന് തടസ്സങ്ങൾ നോക്കുകയോ മറ്റ് ജോലിക്കാര്യങ്ങളോ വീട് വെക്കുന്ന കാര്യമോ ഏത് കാര്യങ്ങൾ നോക്കുന്നതിന് നേരിട്ട് വരികയോ ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. ഗ്രഹനില സഹിതം അയച്ചു തരുന്നതാണ്. പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും പ്രമാണം അനുസരിച്ചുമൊക്കെയാണ് ഞാൻ ഈ ജ്യോതിഷ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അജ, വൃഷഭ, മൃഗാംഗന, കുളീര, ദശവണിജൗജ, ദിവാകരാദി, തുങ്ക, ദശശിഖി, മനുയുക്, തിതീന്ദ്രിയാംശൈ, സ്ത്രീ, നവക, വിംശതി, വിച്ഛദേച്ഛ, നീജ എന്നുള്ള പ്രമാണപ്രകാരം അങ്ങനെ നിരവധി പ്രമാണങ്ങളുണ്ട്. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾ, ഉച്ചം, നീചം, മൂലത്രികോണം, അതുപോലെ ഓരോ രാശികളിൽ നിന്നാലുള്ള ഫലങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശനി മീനം രാശിയിൽ ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്നു 140 ദിവസം. ഈ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകളും നേട്ടങ്ങളും മേടം രാശിക്കാരെ തേടിയെത്തും. അതായത് മേടം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സർവേശ്വരകാരകനായിരിക്കുന്ന ഏറ്റവും ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം മേടം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്നതാണ്. അത് ദുർബുദ്ധി സ്ഥാനത്താണ് നിൽക്കുന്നത്. 3-ാം ഭാവം അനിഷ്ടഭാവമാണ്. അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുമുള്ള അനിഷ്ടാവസ്ഥകൾ വ്യാഴത്തിനെ കൊണ്ട് സൂചകമാണ്. അതുപോലെയുള്ളതാണ് ഏഴരശനി ആരംഭിച്ചു എന്നുള്ളത്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഏഴരശനി ആരംഭിച്ചുവല്ലോ. അങ്ങനെയുള്ള ആ ശനിയെ കൊണ്ട് ഏഴരശനി അനുഭവിക്കുമ്പോൾ സർവ്വദുഃഖ ദുരിതനാശങ്ങളാണ്. എന്നാൽ ആ ശനി അനുഗ്രഹം തരികയാണ്. ഏതാണ്ട് ശനിയുടെ ദോഷഫലങ്ങൾ എന്താണെന്ന് ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ മേടം രാശിക്കാർക്ക് മനസ്സിൽ ആയിട്ടുണ്ടാകുമല്ലോ. അത് കൂടുതൽ ശക്തിയായിട്ട് പിന്നീട് വക്രം വിട്ടു വരുമ്പോൾ വരും. അതിനു മുൻപായിട്ട് സുരക്ഷിതമായ രീതിയിൽ കടങ്ങളൊക്കെ വീടുന്നതിനും അതുപോലെ തന്നെ പുതിയ ഒരു ജോലിയിൽ പ്രവേശിച്ച് സുരക്ഷിതരാകുന്നതിനും പുതിയ ഗൃഹം വാങ്ങുകയോ വാഹനം വാങ്ങുകയോ അങ്ങനെ നിരവധി ആയ കാര്യങ്ങൾ ഈ 140 ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അധിക ബുദ്ധിമുട്ട് കൂടാതെ സാധിച്ചെടുക്കുവാൻ പറ്റുന്ന സമയങ്ങളാണ്. അവസരങ്ങൾ വരും, തേടി വരും അവസരങ്ങൾ ഈ മേടം രാശിക്കാരെ. അത് കണ്ടില്ല എന്ന് വിചാരിച്ച്, കേട്ടില്ല എന്ന് വിചാരിച്ച് അലസമായിട്ടിരുന്നാൽ വേണ്ട അവസരം, കിട്ടുന്ന അവസരം വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് വരുന്ന ഒരു വലിയ ദുഃഖ സമയം വരുമ്പോൾ ആരും സഹായിക്കാൻ കാണുകയില്ല. അതുകൊണ്ട് അവസരങ്ങൾ പാഴാക്കാതെ ഉണർന്ന് പ്രവർത്തിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരുക പഴയതുപോലെ തന്നെ. ഏതെങ്കിലും തരത്തിൽ അപമാനങ്ങളിലോ ഒക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പാക്കുവാൻ പറ്റിയ സമയം. കേസ് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. അത് ദമ്പതികളായിട്ടുള്ളവരുടെ കാര്യവും എടുത്തു പറയണം. ദമ്പതികളായിട്ടുള്ളവർ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ കേസ് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക. ദോഷ സമയമാണ് വരാൻ പോകുന്നത്. ജീവിത പങ്കാളിയോടായാലും കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ സമൂഹത്തിലൊക്കെയുള്ള വ്യക്തിപരമായ വിദ്വേഷങ്ങളും പിണക്കങ്ങളും ഒക്കെ മനസ്സുകൊണ്ട് തീർക്കുക. തീർത്തതിന് ശേഷം മുൻപോട്ട് പ്രവർത്തിച്ച് വിജയിക്കേണ്ട സമയമാണ്. അല്ലാത്ത പക്ഷം
അധിക ക്ലേശങ്ങൾ വന്നു ചേർന്ന് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദീർഘകാലത്തെ കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഒരു പ്രധാന കാര്യമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠനത്തിൽ വിഷയം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അങ്ങനെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ജോലിക്ക് അവരവരുടെ ജാതകാൽ അവരവരുടെ അഭിരുചിക്കനുസരിച്ച്, ഗുണനിലവാരത്തിനനുസരിച്ച്, ബുദ്ധിയുടെ ശക്തിക്കനുസരിച്ച് ഉള്ള ഒരു വിഷയം തിരഞ്ഞെടുത്ത് പഠിച്ച് ഏത് വിഷയവുമാകട്ടെ അതിൽ പരിജ്ഞാനമുണ്ടായാൽ അത് സാമ്പത്തിക നേട്ടത്തിനും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പ്രസിദ്ധിയും ഒക്കെ വന്നു ചേരും. അതിനൊക്കെ വേണ്ട രീതിയിൽ നല്ല ഗുരുക്കന്മാരോട് ആലോചിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ഇപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം, പരീക്ഷകളൊക്കെ പാസ്സായ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനൊക്കെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഉത്തമ ഗുരുക്കന്മാരുടെയോ മാതാപിതാക്കളുടെയോ നല്ല സുഹൃത്തുക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഭാവിയിൽ. അതുപോലെ തന്നെ അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. സംസാരം വളരെ നിയന്ത്രിക്കണം. കൊള്ളുകേലാത്ത വ്യക്തികളുമായി കൂട്ടുകൂടുകയോ അതുപോലെ തന്നെ അവരുമായി ശത്രുത ഉണ്ടായിട്ട് വാക്കുതർക്കം ഉണ്ടാകുകയോ ചെയ്യാൻ പാടില്ല. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ യോഗമുണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമായാലും വാങ്ങുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും സന്തോഷകരമായി ജീവിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായിട്ട് സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ സൂചകമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണ്. സ്വന്തം നാട്ടിൽ തന്നെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അധ്യാപകർ, മറ്റ് ക്ലറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവർ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും, അതുമല്ല ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ ഒരു ഹോം നേഴ്സ് നടത്തുന്നവരോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നിരവധി അനവധി ആൾക്കാർ. ചെറിയ 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 ജോലികൾ ചെയ്യുന്നവർ, അവർക്കും മനസ്സമാധാനവും വന്നു ചേരുന്ന ധനം തികയുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും, ഇപ്പോൾ ജോലി ഇല്ലാതെ 7 ശനി ആരംഭിച്ചപ്പോൾ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുള്ള സമയമാണ്. അവസരത്തിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിജയിക്കും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ വളരെ നല്ലതാണ് ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട്. എന്നാൽ പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല കാലമല്ല. അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു പെടുന്നതിനും അതുപോലെ തന്നെ പലതരത്തിലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.